ലഹരിയിൽ അദ്ദേഹം സമയാസ്പദമായിട്ട് അവസരോചിതമായിട്ട് ഇടപെടുകയും മാസ്റ്റർ ഓഫ് സെറിമണി നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ബിസിനസ്സിലേക്കുള്ള ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം വളരെ ലളിതമായി വിശദീകരിച്ചു. അത്ഭുതം തന്നെയാണ്. ഇന്ന് ഇൽനെസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണമായ പരിഹാരം കിട്ടാതിരിക്കുമ്പോഴാണ് ആക്ച്വലി ഈ വെൽനെസ് ഇൻഡസ്ട്രിയിലേക്ക് ഭാഗ്യവശാൽ സതീഷ് സാറിന് കടന്നു വരാൻ സാധിച്ചത്. ഇന്ന് ലോകം മുഴുവനും ഒരിക്കലും പൂർണ്ണമായിട്ടും മാറില്ല അല്ലെങ്കിൽ ക്യൂർ ആവില്ല എന്ന് കരുതിയിരുന്ന ഡയബറ്റിക്സ്, പ്രമേഹം പൂർണ്ണമായിട്ടും മാറി എന്ന് പറയുമ്പോൾ അതിലപ്പുറം ഒരു ക്ലാസ് ഇന്ന് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഈ ബിസിനസ്സിലേക്കുള്ള ദൈവികമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ടോക്കാണ് ഇസ്മായിൽ സാറിൻ്റെത്. നിങ്ങൾക്കറിയാം, അദ്ദേഹം വലിയ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ വലിയൊരു ടീമിനെ ലീഡ് ചെയ്ത് കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. NTC തലത്തിൽ സ്വന്തമായിട്ട് മുബീൻ സാറുടെ പ്രോഗ്രാം 210 റൺസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മെന്റലി, ഫിസിക്കലി എല്ലാം പൂർണ്ണ തോതിൽ അദ്ദേഹം ആ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അടക്കമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത അറിവ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റ്, അതുപോലെ ധാരാളം പ്രോഗ്രാമുകളുണ്ട്. ഈ പ്രോഗ്രാമുകളുടെ കരുത്തിലാണ് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് ഇസ്മായിൽ സാറിനും നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹമായി നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും പല പ്രാവശ്യം പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വിഷയമാണ്. ലീഡേഴ്സിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് നിർണയിക്കുന്നത് എന്ന്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് അവർ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുക. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമുക്കതിനെ മനോഭാവം എന്ന് പറയാം. ഈ മനോഭാവത്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ മനോഭാവം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനോഭാവത്തിൽ നിന്ന് ആണ് ഒരാളുടെ ജീവിത വിജയം തുടങ്ങുന്നത് എന്ന് സാധാരണക്കാരായ നമുക്ക് അപരിചിതമായ ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് കഠിനാധ്വാനമാണ് ഒരാളുടെ ജീവിത വിജയത്തിന് ആസ്പദമുള്ളതാണ്. പക്ഷെ കഠിനാധ്വാനം തുടങ്ങുന്നതിന് മുൻപ് തുടങ്ങേണ്ടുന്നതാണ് മനോഭാവം. തോട്ട് പ്രോസസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അധ്വാനത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക്, ആക്ഷനിലേക്ക് ഒരാൾക്ക് എത്താൻ വേണ്ടി സാധിക്കുക. അപ്പൊ പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ എന്നുള്ള കമ്പനി മുന്നോട്ട് വെക്കുന്ന ബിസിനസ് പ്ലാൻ അനുസരിച്ചിട്ടുള്ള മുഴുവൻ വരുമാനവും നമുക്ക് നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് ആക്ച്വലി നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിൽ മാറ്റം വരുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ഏതൊരു കാര്യത്തിനായാലും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്
സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. കാര്യം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഫിസിക്കൽ തലത്തിൽ മനുഷ്യന് ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഫിസിക്കലി ഒരാൾക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മെന്റൽ ബോഡിയിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ നിന്നും മാറി മെന്റൽ ബോഡിയിൽ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തോട്ട് ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ മെന്റൽ ബോഡിയിൽ സെറ്റ് ചെയ്യുന്നതിന് ആക്ച്വലി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു തലമുണ്ട്. അത് ഇമോഷണൽ തലമാണ്. ഇമോഷണൽ തലത്തിൽ ഒരാൾക്ക് ഒരു ഡ്രൈവിംഗ് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ തലത്തിൽ സെറ്റ് ആവേണ്ടതായിട്ടുണ്ട്. ഞാനതൊരു സൂചനയായിട്ട് പറയുകയാണ്. വലിയ സബ്ജക്റ്റ് ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് ഒരാളുടെ ആൾട്ടിറ്റ്യൂഡ് നിർണയിക്കുന്നത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ തലങ്ങൾ ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം, ഏതൊരു വിഷയത്തിന്റെയും അറിവുകൾ നമുക്ക് കിട്ടുന്നതിനും വ്യത്യസ്തമായ മാർഗങ്ങളും വ്യത്യസ്തമായ തലങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിഷയത്തിന്റെ ഒരു ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ ഡാറ്റയെ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോഴാണ്, അതിൽ കൂടുതൽ നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കുകയും മനസ്സിലാക്കുകയും അത് ആക്ഷനിലേക്ക് പോകുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ അത് ഇൻഫർമേഷൻ എന്നുള്ള ഈ തലത്തിലേക്ക് മാറുന്നുള്ളൂ. ഇൻഫർമേഷനിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ആക്ഷൻ പാർട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോഴാണ് അത് അറിവാണ്, നോളജ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ നോളജിൽ വീണ്ടും നമ്മൾ പ്രവർത്തിക്കണം. നോളജിൽ വീണ്ടും നമ്മൾ ആക്ഷനിലേക്ക് പോകണം. അറിവുള്ള ആളുകളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണം. അവരുടെ ഗൈഡൻസ് തേടണം. ആ ഗൈഡൻസിലൂടെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് വിശദമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ വിസ്ഡത്തിൽ വീണ്ടും പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ട്രാൻസ്ഫോം ആകുന്നത്, പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പൊ ഞാനിത് തുടക്കത്തിൽ തന്നെ പറയാനുള്ള കാര്യം, ഏത് വിഷയത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഈ തലങ്ങൾ കഴിഞ്ഞു പോവേണ്ടതായിട്ടുണ്ട്. ഒരു അറിവ് കിട്ടിയാൽ ആ അറിവിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് അതിൽ നേട്ടം കൈവരിക്കുമ്പോഴാണ് ആക്ച്വലി ഒരാൾ ട്രാൻസ്ഫോം സംഭവിക്കുന്നത്, ഒരാൾക്ക് പരിവർത്തനം സംഭവിക്കുന്നത്, ഒരാൾക്ക് മാറ്റം സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നു, ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുന്നു, നോളജ് കിട്ടുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്, ബുക്കുകൾ വായിക്കാറുണ്ട്, ടീച്ചിങ്സ് കേൾക്കാറുണ്ട്, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇതെല്ലാം ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ എഴുതി വെക്കുന്നു, അതിലപ്പുറം പ്രവർത്തിക്കുന്നതിന് വേണ്ടി, ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി, കേട്ടിട്ടുള്ള കാര്യങ്ങളെ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കാറുണ്ട്. അങ്ങനെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഇതുകൊണ്ടൊന്നും നമുക്ക് ഉപകാരം കിട്ടില്ല. വെറും അറിവുകളായിട്ട് അതവിടെ കിടക്കുന്നുണ്ടാകും. ഒരാൾക്കും പ്രയോജനം ലഭിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് പരിവർത്തനം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് വിജയിക്കേണ്ടതായിട്ടുണ്ട്. ആ ചിന്തകളെ ഉപയോഗപ്പെടുത്തി
പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ചിന്തകളെ എവിടെ നിന്ന് തുടങ്ങണം? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മനുഷ്യനെന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. ഈ മനുഷ്യനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ചില ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, ചില ആളുകൾ നമ്മളെ വിമർശിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വിഷമം തോന്നാറുണ്ട്. നമുക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു വെറുപ്പ് തോന്നാറുണ്ട്. ആക്ച്വലി ഒരു വിജയി എന്ന് പറയുമ്പോ, ഒരു വിന്നർ എന്ന് പറയുമ്പോ, യഥാർത്ഥത്തിൽ ഇന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏത് കാര്യങ്ങൾക്കും അഡ്വൈസ് തേടുന്നതിന് ഗവൺമെന്റിന് പോലും, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിന് പോലും അഡ്വൈസറി ബോർഡ് ഉണ്ട്. ക്യാഷ് കൊടുത്തിട്ടാണ് ആളുകൾ ക്രിറ്റിസിസം, വിമർശനം നേടാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്. എനിക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടത്? എന്താണ് എന്റെ പ്രവൃത്തിയിലുള്ള തെറ്റ്? അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുകളെ ക്യാഷ് കൊടുത്ത് വെക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് നമ്മുടെ ടീമിൽ നിന്നോ, നമ്മളിൽ നിന്നോ, നമ്മുടെ അയൽവാസിയിൽ നിന്നോ, നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഡിഫെൻഡ് ആയി പോകുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡിഫെൻഡിൽ നിന്നും നമുക്ക് ആ ചെറുത്തുനിൽപ്പിൽ നിന്നും എന്താണ് എനിക്ക് വരേണ്ടുന്ന പരിവർത്തനം, എന്താണ് ഞാൻ ഇനി മാറേണ്ടത്, ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്, ആ തിരുത്തലുകൾക്ക് നമുക്ക് സാധിക്കണം. അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്തും പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലെ ഏറ്റവും വലിയ വിജയി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ, ഏറ്റവും കൂടുതൽ റിജക്ഷൻ ആർക്കാണ് ലഭിക്കുന്നത്, ഏറ്റവും കൂടുതൽ നോ ആരാണ് കേൾക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് അവിടെ ഈ നോയെ നമുക്ക് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുക? എങ്ങനെയാണ് റിജക്ഷനെ നമ്മുടെ വിജയത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുക? അവിടെയും നമുക്ക് ആറ്റിറ്റ്യൂഡിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ചിന്താഗതിയെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മള് സെയിൽസിന് വേണ്ടി ഇറങ്ങുന്നു, നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇറങ്ങുന്നു, നമ്മുടെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു 10 വീടുകൾ കയറി ഇറങ്ങേണ്ടുന്ന ആവശ്യമുണ്ടെന്ന് കരുതുക. ആദ്യത്തെ വീട് നമ്മൾ കയറി ഇറങ്ങി, പക്ഷെ അവിടെ നിന്ന് റിജക്ഷൻ ആണ് നമുക്ക് നേരിട്ടത്, അവിടെ നിന്ന് നോയാണ് നമ്മൾ കേട്ടത്. രണ്ടാമത്തെ വീട് നമ്മൾ കയറി, രണ്ടാമത്തെ ആൾക്ക് പ്ലാൻ പ്രസന്റേഷൻ നൽകി, രണ്ടാമത്തെ ആളും നമുക്ക് നോയാണ് തന്നത്, റിജക്ഷൻ ആണ് തന്നത്. മൂന്നാമത്തെ വീടിൽ നിന്നും അതാണ് തന്നെ സംഭവിച്ചത്. അങ്ങനെ 9 വീടുകൾ, 9 വ്യക്തികളെ നമ്മള് ഈ പ്രസന്റേഷൻ നൽകിയിട്ടും ഒരാള് പോലും നമുക്ക് കൂടെ നിന്നില്ലെങ്കിൽ പോലും അതെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ? 10ാമത്തെ ആ വ്യക്തി നമ്മുടെ കൂടെ വന്നു, 10ാമത്തെ വ്യക്തി നമ്മുടെ കൂടെ വന്നു. ഇപ്പൊ സെയിൽസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രോഡക്ട്സുകൾ എടുത്തു, നമുക്ക് 1000 രൂപ ലാഭം കിട്ടി എന്ന് കരുതുക. 1000 രൂപ ലാഭം കിട്ടിയാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്, ഈ ഓരോ വീടുകളിൽ നിന്നും 100 രൂപ വീതം എനിക്ക് ലഭിച്ചു എന്ന് ചിന്തിക്കാൻ ആർക്ക് സാധിക്കുന്നു? ഒന്നാമത്തെ വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ സെയിൽ നടന്നിട്ടില്ല, രണ്ടാമത്തെ വീട്ടിൽ സെയിൽ നടന്നിട്ടില്ല, മൂന്നാമത്തെ വീട്ടിൽ സെയിൽ നടന്നില്ല, പക്ഷെ 10ാമത്തെ വീട്ടിലാണ് 1000 രൂപ നമുക്ക് ലാഭം കിട്ടിയത് എങ്കിൽ ഈ ഓരോ വീടുകളിൽ നിന്നും 100 രൂപ എനിക്ക് കിട്ടി എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആകുന്നത്. അങ്ങനെ ചിന്തിക്കാൻ പഠിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിനെ, നമ്മളുടെ ആ ഒരു രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഇങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ,
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഏത് കാര്യത്തിലായാലും 5 ഭാര്യമാരും ഒരു ഭർത്താവും ഉണ്ടെന്ന് പറയാറുണ്ട്. ഏത് കാര്യത്തിനും 5 ഭാര്യമാരുടെ സപ്പോർട്ട് വേണം, ഒരു ഭർത്താവിന്റെയും സപ്പോർട്ട് വേണം. അത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്. എന്താണ് ഈ 5 ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 Ws, 5 Ws എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. ഒരു എച്ചും, അതാണ് ഒരു ഹസ്ബൻഡ്. ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാ. 5 ഭാര്യമാരും ഒരു ഹസ്ബൻഡും, അല്ലെ? ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ്, നമ്മൾ സംസാരിക്കുന്നതിന് മുൻപ്, നമ്മൾ ഒരാളെ കാണുന്നതിന് മുൻപ് ഒക്കെ നമുക്ക് ഈ 5 Ws നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവരണം. എന്താണ് ഒന്നാമത്തെ W? ഞാൻ കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലെ? വാട്ട്, വൈ, വെൻ, വേർ, whom, yet, how. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടാതെ, നമ്മുടെ മൈൻഡിൽ അത് ഇല്ലാതെ ഒരിക്കലും നമ്മൾ ഫീൽഡിലേക്ക് പോകരുത്, ഒരാളെ കാണാൻ വേണ്ടി പോകരുത്. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഏത് റിജക്ഷനെയും നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. കാര്യം നമുക്കറിയാം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്, ആരെ കാണാനാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളൊരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രോസ്പെക്റ്റിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആളുകളെ, നമ്മുടെ നെക്സ്റ്റ് DCസിനെ, നമ്മുടെ നെക്സ്റ്റ് ATCs, നമ്മുടെ അല്ലെ നമ്മളെ പറയുന്ന CTCസും ITCസിനെയും തെരഞ്ഞിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഒരാൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊരു സങ്കടപ്പെടണം. അദ്ദേഹത്തിന് ITC ആകാനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ITC എവിടെയാണോ അദ്ദേഹത്തെ തെരഞ്ഞു പിടിക്കാനുള്ള ആർജവവും സന്തോഷവും ഒക്കെ നമുക്ക് വേണം. അല്ലാതെ ഒരാളെ കാണുമ്പോഴേക്കും, ഒരാൾ റിജക്ട് ചെയ്യുമ്പോഴേക്കും, ഒരാൾ വേണ്ടെന്ന് പറയുമ്പോഴേക്കും തളരാൻ പാടില്ല. ഒരാൾ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു, അതിശക്തമായിട്ട് എതിർത്തു, അത് ഏത് മേഖലയിലും. നമ്മുടെ ടീമിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് വിമർശനങ്ങൾ നേരിട്ടേക്കാം, ലീഡേഴ്സിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ടേക്കാം, പ്രോസ്പെക്റ്റിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ടേക്കാം, കളിയാക്കലുകൾ ഉണ്ടായേക്കാം. അവിടെയും നമുക്ക് നമ്മുടേതായ 5 ഭാര്യമാരെ സപ്പോർട്ട് വേണം, നമുക്ക് നമ്മുടേതായ ഭർത്താവിന്റെ സപ്പോർട്ട് വേണം. ഈ ഭാര്യമാരുടെയും ഈ ഭർത്താവിന്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരാൾക്കും ഒരു പ്രശ്നവും എവിടെ നിന്നും നേരിടില്ല. അവിടെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആറ്റിറ്റ്യൂഡിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യത്തിനും, അത് വീട്ടിലായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലായിക്കോട്ടെ, ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇമോഷണലി ബാലൻസ് ആവണം. ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളെ, അതിനാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്, എന്ത് ട്രെയിനിങ്, എന്ത് സൂം മീറ്റ്, എന്ത് ഗൂഗിൾ മീറ്റ്, എന്തിന് RTP, ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആളുകൾക്ക് കൊടുക്കുന്നതിന് എന്തിനാണ് ഒരു RTP അറ്റൻഡ് ചെയ്യുന്നത്? എന്തിനാണ് വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? ഒരു ഹെയർ ഓയിൽ കൊടുക്കുന്നതിന് എന്തിനാണ് ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ട്യൂട്ടൻ റൺസ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രോഗ്രാം, അതിന് മുബീൻ സാറെ തന്നെ കൊണ്ടുവരുന്നത് എന്തിനാണ്? എന്തിനാണ് ഇത്രയും വലിയ ഹൈ ടിക്കറ്റ്സ് കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ചില അറിവുകൾ നമുക്ക് ആവശ്യമാണ്, ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, ചില ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ്, ചില കാണലുകൾ, ചില കേൾക്കലുകൾ ഒക്കെ നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ഇമോഷണലി ബാലൻസ് ആകുന്നത്, അവിടെയാണ് നമ്മൾ മെന്റലി സെറ്റ് ആകുന്നത്, അവിടെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക്
എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള 5 Ws ഉണ്ട്, 1H ഉണ്ട്. ഈ കാര്യങ്ങളെ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അത് ലൈഫിന്റെ പാർട്ടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. എപ്പോഴും ഈ ബിസിനസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, 90% ആൻഡ് 10% റൂൾ എന്ന് പറയും. 90%ഉം നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇത് ഈ കഴുത്തിന് മുകളിലോട്ടാണ്. 90%. 10% മാത്രമാണ് ബോഡി അല്ലെങ്കിൽ ആക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ ഈ 90%ഉം നമുക്ക് നമ്മളുടെ തോട്ട് ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ വിജയികളുടെ ശീലങ്ങളെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവരുടെ രീതികളെ കുറിച്ച് ഒക്കെ നമുക്ക് അറിയണ്ടേ, നമ്മൾ പഠിക്കണ്ടേ, അതിന് നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണ്ടേ, അതിന് GPS-കളെ ഉപയോഗപ്പെടുത്തണ്ടേ, അതിന് സൂം മീറ്റുകളെ ഉപയോഗപ്പെടുത്തണ്ടേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരാളെ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടും ഈ അവരുടെ നോളജ് പെനിട്രേഷൻ റേഷ്യോ കൂട്ടിക്കൊണ്ടേയിരിക്കണം, നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. കാര്യം എന്താണ്? ഇപ്പൊ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെയർ ഓയിൽ വിൽക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വെൽഹാർട്ട് വിൽക്കുന്നതിന് എന്താണ് പ്രശ്നം, എന്തിനാണ് അറിവ് എന്ന് ചോദിച്ചാൽ, അവിടെയും നമുക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വ്യത്യസ്തരായ ആളുകളെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. അതും വ്യത്യസ്തമായ കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്തിനാണ് അറിവ് എന്ന് ചോദിച്ചാൽ, ഈ സെയിൽസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആളുകളെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ കൂടെ നിൽക്കാൻ ഇമോഷണലി തയ്യാറാവുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇമോഷണൽ കസ്റ്റമേഴ്സ് എന്ന് പറയും, ഇമോഷണൽ പ്രോസ്പെക്ട് എന്ന് പറയും. എങ്ങനെയാണ് ഇമോഷണൽ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകാരികമായിട്ട് അല്ലെ, സ്നേഹത്തോട്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ഒരു വിഷയം, ഇപ്പൊ വെൽഹാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ശക്തമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിലങ്ങ് വൈകാരികമായിട്ട് നമ്മളോട് എനിക്കിത് വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് ആ നിമിഷം കൊണ്ട്, ഒരു നിമിഷത്തെ നമ്മളുടെ നിങ്ങൾക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യതയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ, അല്ലെ, ഭർത്താക്കന്മാർക്ക് അറ്റാക്ക് വരാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇമോഷണലി ഭാര്യ ഒരു പക്ഷെ പ്രോഡക്റ്റ് വാങ്ങിയേക്കാം. അവിടെ നമുക്ക് ഒരുപക്ഷെ ചെറിയൊരു ഭീഷണി സ്വരത്തിൽ ചില പ്രോഡക്റ്റുകളൊക്കെ ആളുകളെ പേടിപ്പെടുത്തിക്കൊണ്ട് പ്രോഡക്റ്റ് വിൽക്കാൻ സാധിച്ചേക്കാം. ദെൻ ഒബ്ലിഗേറ്ററി കസ്റ്റമേഴ്സ് ഉണ്ടാകും, കടപ്പാടുള്ള കസ്റ്റമേഴ്സ്. എന്റെ ജ്യേഷ്ഠനാണ് പറയുന്നത്, അനിയനാണ് പറയുന്നത്, എന്റെ സുഹൃത്താണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് തട്ടിക്കളയാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒരു വെൽഹാർട്ട് വാങ്ങുന്ന ആളുണ്ടാവാം. അവിടെയൊന്നും നമുക്ക് ഒരുപക്ഷെ നോളജിന്റെ ആവശ്യമില്ല. ദെൻ ഒബ്ലിഗേറ്ററി കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, ചില കടപ്പാടുകൾ കൊണ്ട് ഇത് വാങ്ങുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഒബീഡിയന്റ് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. ബോസാണ് പറയുന്നത്, എന്റെ മുന്നത്തെ ബോസാണ്, അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ തൊട്ടടുത്തുള്ള പോലീസ് ഓഫീസറാണ് പറയുന്നത്, അതുകൊണ്ട് ഇത് വാങ്ങാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളെ നാട്ടിലെ ഇന്ന ഉദ്യോഗസ്ഥനാണിത് പറയുന്നത്, ഇന്ന രാഷ്ട്രീയക്കാരനാണിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാനും വാങ്ങിക്കാനൊക്കെ പറ്റും. പക്ഷെ അവിടെ ഒന്നും വലിയ അറിവിന്റെ ആവശ്യമില്ലെങ്കിലും നമ്മൾ എന്തിനാണിത് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും കാണേണ്ടത് നോളജബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. ഈ നോളജബിൾ ആയിട്ടുള്ള ആളുകളെ ഇത് പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലേക്ക് വരും, പല വിധത്തിലുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് കസ്റ്റമേഴ്സിനെയും ഏത് പ്രോസ്പെക്ട്സിനെയും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്
കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതാണ് അതിന്റെ ടോപ്പ് മോസ്റ്റ്. ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, MI ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, നമ്മുടെ പ്രസന്റേഷനെ കുറിച്ച്, കോമ്പൻസേഷൻ പ്ലാനിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള അതിശക്തമായിട്ടുള്ള ധാരണ, അതിന്റെ കോമ്പിനേഷനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നേടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അറിവിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ നോളജബിൾ ആയിട്ടുള്ള ആളുകളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള കഴിവ് നേടിയെടുക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പൊ നമ്മുടെ ജീനിയോളജി നോക്കുന്ന സമയത്ത് പല ആളുകളും ഇതിലേക്ക് വരുന്നില്ല. പല ആളുകളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ കാര്യം? അത് ഓം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ജോയിൻ ചെയ്ത ആളാണ്, ഇവൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ജോയിൻ ചെയ്ത ആളാണ്. ബിസിനസ് മനസ്സിലാക്കിയതൊന്നല്ല. കുറച്ച് പ്രോഡക്ട്സ് എടുത്തു, അത് കാര്യമായിട്ട് ആരോഗ്യത്തെ കുറിച്ച് ഇങ്ങനെ വ്യക്തമായി സംസാരിച്ചപ്പോ, പേടിപ്പെടുത്തിയപ്പോ ഒരു 5000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തതാ. പക്ഷെ അയാൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് നമ്മളിലേക്ക് അവർ വരാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ സെയിൽസ് നടന്നു, ആളുകൾ ജോയിൻ ചെയ്തു, ആളുകൾ വന്നു എന്ന് കരുതിയിട്ട് ഏതർത്ഥത്തിലാണ് അവര് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് പരിശോധിക്കണം. ആ പരിശോധനയിലൂടെയാണ് ആളുകളെ നമുക്ക് തരംതിരിച്ച് നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, നമ്മുടെ ലീഡേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുക. അവിടെയും 5 ഭാര്യമാരുടെ സപ്പോർട്ടും ഒരു ഭർത്താവിന്റെ സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നോക്കണം, ഇദ്ദേഹം ഏതർത്ഥത്തിലാണ് എൻ്റെ കൂടെ വന്നത്. നമ്മുടെ ടീമിലുള്ള ഓരോ ആളുകളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നോക്കുന്നതിനുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് തീരുമാനിക്കപ്പെടുന്നത്. വെറുതെ നമ്മൾ GTSലേക്ക്, പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്ന് കരുതിയിട്ട് അല്ലെ, ആളുകൾ ഒരുപക്ഷെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യതയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ. നമ്മുടെ വിജയം എന്ന് പറയുന്നത്, നമ്മുടെ വിജയത്തിന്റെ ആണിക്കല്ലെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. അത് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. കമ്പനി പറയുന്ന മുഴുവൻ വരുമാനങ്ങളും നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കണം, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ആക്റ്റീവ് ഇൻകത്തിൽ നിന്നും റെസിജ്വൽ ഇൻകത്തിലേക്ക്, പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് കടന്നു കയറാൻ സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള അഡ്വൈസുകൾ തേടാൻ, ഗൈഡൻസ് തേടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന് വേണ്ടുന്ന മെന്റർഷിപ്പ് നമുക്ക് കിട്ടിയിരിക്കണം. അതിന് വേണ്ടുന്ന ഗൈഡൻസ് നമുക്ക് കിട്ടിയിരിക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി അല്ല ഇത്. എന്നാൽ വിചാരിക്കുന്നതിലപ്പുറം ഈസിയുമാണ്. വിചാരിക്കുന്നതിലപ്പുറം ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല, വിചാരിക്കുന്നതിലപ്പുറം ഈസിയാണ്. എങ്ങനെ? നമുക്ക് ഇതൊക്കെ ഒന്ന് കോർത്തിണക്കാൻ നമുക്ക് സാധിക്കണം. എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ, ആരോട്, ഈ ചോദ്യങ്ങളുടെ ആൻസർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എങ്ങനെ കൂടുതൽ ആഴ്ച വരുമാനം വർദ്ധിപ്പിക്കാം? എങ്ങനെ കൂടുതൽ മാസ വരുമാനം വർദ്ധിപ്പിക്കാം? ഏത് രീതിയിൽ അത് വർദ്ധിപ്പിക്കാം? ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ പ്രവർത്തിക്കാം? എങ്ങനെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം? എങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കാം? ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണം. ആ വ്യക്തതയാണ് മെന്റലി നമ്മൾ തയ്യാറാകേണ്ടത്. അവിടെയാണ് നമ്മൾ അത് തീരുമാനിക്കേണ്ടത്. അതിൽ നിന്നാണ് ആക്ഷൻ ആയിട്ട് വരേണ്ടത്. അവിടെയാണ് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അല്ലാതെ ഓരോ ദിവസവും നമ്മളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു, എവിടേക്കോ ചെയ്യുന്നു. എത്രയായിരുന്നു ആഴ്ച വരുമാനം? എത്രയായിരുന്നു ഒരു ദിവസത്തെ ബിസിനസ് വോള്യം? എത്രയായിരുന്നു ആഴ്ചയിലെ ബിസിനസ് വോള്യം? മന്ത്ലി ബിസിനസ് വോള്യം എത്രയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഇങ്ങനെയുള്ള യാതൊരുവിധ ചിന്താഗതിയുമില്ല. കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. എത്ര ആളെയായിരുന്നു ഒരു മാസം നമുക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്? വീക്കിലി എത്രയായിരുന്നു? മന്ത്ലി എത്രയായിരുന്നു? നോ ആൻസർ. കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സാറേ, കുറെ ആൾക്കാരോ ചിലവരൊക്കെ ഓക്കെ എന്ന് പറയാൻ സാധ്യതയുണ്ട്, കാണാനുണ്ട്, കേൾക്കാനുണ്ട്, വിളിക്കാനുണ്ട് എന്ന് പറയുകയല്ലാതെ 5 Ws
1H. ഇതിന്റെ ആൻസർ മസ്റ്റ് ആണ്. ഇതിന്റെ ആൻസർ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഏതറ്റം വരെയും സാർ പറയുന്നത് പോലെ അതിന്റെ അങ്ങേ അറ്റം കണ്ടിട്ടേ അടങ്ങൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിന്റെ അങ്ങേ അറ്റത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോ ഏത് കാര്യത്തിനും ഡാറ്റയുണ്ട്, ഏത് കാര്യത്തിനും ഇൻഫർമേഷൻ ഉണ്ട്, ഏത് കാര്യത്തിനും നോളജ് ഉണ്ട്, ഏത് കാര്യത്തിനും വിസ്ഡം ഉണ്ട്. അതിൽ നിന്നാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അവിടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത്. ഈ പരിവർത്തനത്തിന് വിധേയമാകലാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ളത്. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാവട്ടെ. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇസ്മായിൽ സാറിന്റെ ആ സംസാരം നമുക്ക് അടുത്ത വീക്കിൽ എന്തായാലും പ്രതീക്ഷിക്കാം. 100% പ്രതീക്ഷിക്കാം. അതിനെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. See you at the top. Thank you. Back to MC. Hello?